ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാർ, എനിക്ക് 458 റാങ്ക് ഉണ്ട്. എനിക്ക് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട് കിട്ടും. സാർ, എനിക്ക് ഇന്ന റാങ്കും ഇന്ന മാർക്കും ഉണ്ട്, എനിക്ക് ഇന്ന കോളേജ് കിട്ടുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് മെസ്സേജും കമൻറ്റുമായിട്ട് എനിക്ക് വരുന്നുണ്ട്, എന്നെ അങ്ങോട്ട് സ്പാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ്, ഇപ്പോൾ ഒന്നും തന്നെ പറയാറായിട്ടുള്ള സമയമായിട്ടില്ല. ജസ്റ്റ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ്, വെയിറ്റ് ഫോർ ദ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളൂ, ഇനി ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരണം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റഗറി ലിസ്റ്റ് വരണം, എന്നിട്ടാണ് അലോട്ട്മെൻറ്റും അഡ്മിഷൻ നടപടികളൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒന്നും തന്നെ അസ്യൂം ചെയ്യാനായിട്ടുള്ള സമയം ആയിട്ടില്ല. നമുക്കറിയാം, നമുക്ക് 2 മെയിൻ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് സീറ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും, പിന്നെ വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ്. ഈ ഫസ്റ്റ് 2 അലോട്ട്മെൻറ്റ് ആണ് മെയിൻ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് 2 അലോട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഫില്ലായി പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നില്ലേ ഈ എത്ര റാങ്ക് വരെ കയറി, ഇന്ന റാങ്ക് കിട്ടിയേ കയറുമോ? അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ്. കഴിഞ്ഞ വർഷം ഓരോ കാറ്റഗറിയിലും എത്ര റാങ്ക് വരെ ഗവൺമെൻറ് ലോ കോളേജിൽ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെ ഗവൺമെൻറ് മെറിറ്റ് കിട്ടിയിട്ടുണ്ട്, അത് ഓരോ കാറ്റഗറി വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ രണ്ട് കാര്യത്തിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുക, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത്, ഞാനീ പറയുന്ന പോലെ ഡാറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ്. കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക്. ഓക്കെ, അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, കോമ്പറ്റീറ്റീവ് ലെവൽ ഡിഫറൻ്റ് ആണ്, കട്ട് ഓഫ് മാറുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിന് അതേ പാറ്റേൺ തന്നെ ആയിരിക്കും ഈ വർഷം ആയിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയുന്ന, അല്ലാണ്ട് കഴിഞ്ഞ വർഷം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൺവേ ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ വർഷത്തെ അതേ ട്രെൻഡ് ആയിരിക്കും ഈ വർഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓർത്ത് വയ്ക്കുക, ഇത് കഴിഞ്ഞ വർഷത്തെയാണ് പറയുന്നത്. ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം 2 മെയിൻ അലോട്ട്മെൻറ്റാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റും വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഫില്ലായി പോകുന്ന ഫസ്റ്റ് 2 അലോട്ട്മെൻറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് കൺവേ ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്കാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഓരോ കാറ്റഗറിയിലും കയറിയ ലാസ്റ്റ് റാങ്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അലോട്ട്മെൻറ്റുകളിലുള്ള ഡാറ്റ അവൈലബിൾ അല്ല. ഓക്കെ, അല്ലെങ്കിൽ ഒതൻറ്റിക് ആയിട്ടുള്ള ഒഫീഷ്യൽ ഡാറ്റ അവൈലബിൾ അല്ല. ഓക്കെ, ഒഫീഷ്യൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരു ഊഹാപോഹോ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷനോ ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, നടത്തുന്നില്ല. ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക, നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 5 ഇയർ നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം ലോ കോളേജിൻ്റെ ലാസ്റ്റ് റാങ്കാണ്. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രം ലോ കോളേജിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ 5 ഇയർ, ആദ്യം ഞാൻ പറയാൻ പോകുന്നത് 5 ഇയർ ആണ് കേട്ടോ. 5 ഇയർ കഴിഞ്ഞാൽ 3 ഇയർ പറയാം. ട്രിവാൻഡ്രം ലോ കോളേജിൽ കഴിഞ്ഞ വർഷം 5 ഇയറിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്കുകൾ നമുക്ക് നോക്കാം. ഓരോ കാറ്റഗറി നമുക്ക് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ 259 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്കാണ് ഞാൻ പറയുന്നത്, ഓർത്ത് വയ്ക്കുക. ഇത് കഴിഞ്ഞിട്ടുള്ള റാങ്കുകളും കയറിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡാറ്റ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ 259 ലാസ്റ്റായിട്ട് കയറിയെന്നൊന്നും ആരും വിചാരിക്കരുത്. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈഴവ കാറ്റഗറിയിൽ 409 ലാസ്റ്റ് റാങ്ക്. മുസ്ലിം കാറ്റഗറിയിൽ 505. വിശ്വകർമ്മ കാറ്റഗറി 815. SC കാറ്റഗറിയിൽ 1100. ST കാറ്റഗറിയിൽ 3078. EWS കാറ്റഗറിയിൽ 1378. ഇതാണ് 5 ഇയറിൽ കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രം ലോ കോളേജിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക്. അപ്പോൾ ട്രിവാൻഡ്രം ലോ കോളേജിൻ്റെ ഒരു കാറ്റഗറിയിലൂടെ ഒരു ലാസ്റ്റ് റാങ്കിൻ്റെ ഒരു ട്രെൻഡ് നോക്കിയാൽ മനസ്സിലാവും, വളരെ കുറവാണ് അല്ലേ? കാരണം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ലോ കോളേജ് അത്രയധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജാണ്, അത്രയധികം കോമ്പറ്റീഷനാണ് അവിടെ കിട്ടാനുള്ളത്. ഒരുപാട് പേരുടെ ഫസ്റ്റ് ചോയ്സ് കോളേജാണ് ട്രിവാൻഡ്രം ലോ കോളേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത അപ്ലിക്കൻസിൻ്റെ ഫേവറേറ്റ് കോളേജായ എറണാകുളം ലോ കോളേജ് നമുക്ക് നോക്കാം. അപ്പോൾ എറണാകുളം ലോ കോളേജിലെ കഴിഞ്ഞ വർഷം 5 ഇയറിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്കുകൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ 160, ഈഴവ കാറ്റഗറി 250, മുസ്ലിം കാറ്റഗറി 263, വിശ്വകർമ്മ 224,
SC കാറ്റഗറി 980, ST കാറ്റഗറി 2005, EWS കാറ്റഗറി 482. ഇതാണ് കഴിഞ്ഞ വർഷം 5 ഇയറിൽ എറണാകുളം ലോ കോളേജിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള റാങ്കുകൾ കയറിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡാറ്റയാണ് നമുക്ക് ഒഫീഷ്യലി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന 2 ഗവൺമെൻറ് ലോ കോളേജിലെ ഒരു ലാസ്റ്റ് റാങ്കിൻ്റെ ട്രെൻഡ് നമുക്ക് നോക്കാം. 5 ഇയർ ആണേ. ഓക്കെ, കോഴിക്കോട് ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് 378, ഈഴവ കാറ്റഗറി 523 523, മുസ്ലിം കാറ്റഗറി 486, വിശ്വകർമ്മ കാറ്റഗറി 829 829, SC കാറ്റഗറി 1128 1128, ST കാറ്റഗറി 3268, EWS കാറ്റഗറി 1758. ഇനി നമുക്ക് തൃശ്ശൂർ ലോ കോളേജ് നമുക്ക് നോക്കാം. തൃശ്ശൂർ ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 390, ഈഴവ കാറ്റഗറിയിൽ 509, മുസ്ലിം കാറ്റഗറി 539, വിശ്വകർമ്മ 836, SC കാറ്റഗറി 885, ST കാറ്റഗറി 2191 2191, EWS കാറ്റഗറി 730. ഇതാണ് 5 ഇയറിൽ കഴിഞ്ഞ വർഷം 2025 സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞത്. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഞാൻ പറയുന്ന റാങ്ക് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് വന്നിട്ടുള്ള മെയിൻ ലിസ്റ്റിലെ അതിലെ റാങ്കാണ്, അല്ലാണ്ട് കാറ്റഗറി റാങ്ക് അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇനിയൊരു കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ കാറ്റഗറി ലിസ്റ്റ് എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം. ഞാൻ അതിൽ പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ 5 ഇയറിൻ്റെ പറഞ്ഞു. ഇനി നമുക്ക് 3 ഇയറിൻ്റെ ലാസ്റ്റ് റാങ്ക് ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, 5 ഇയറിൽ 4 ഗവൺമെൻറ് കോളേജാണുള്ളത്. ഈ 4 ഗവൺമെൻറ് കോളേജുകളിലായി മൊത്തം 396 സീറ്റാണ് ഉള്ളത്, ഇൻക്ലൂഡിങ് EWS സീറ്റുകൾ. ഓക്കെ, പിന്നെ ഏകദേശം 30ഓളം പ്രൈവറ്റ് ലോ കോളേജുകളുണ്ട്. അങ്ങനെ ടോട്ടൽ കേരളത്തിൽ 34 ലോ കോളേജുകളുണ്ട്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ലോ കോളേജ്. ഇനി നമുക്ക് 3 ഇയറിൽ നോക്കാം. 3 ഇയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 ഇയറിൽ 4 ഗവൺമെൻറ് കോളേജും പിന്നെ ഏകദേശം 19ഓളം പ്രൈവറ്റ് ലോ കോളേജ്. അങ്ങനെ ടോട്ടൽ 23ഓളം ലോ കോളേജസ് ആണ് 3 ഇയറിലുള്ളത്. 3 ഇയറിൽ പൊതുവെ ലോ കോളേജിൻ്റെ എണ്ണം കുറവാണ്. ഇതിൽ 3 ഇയറിൽ മെറിറ്റ് സീറ്റുകൾ 4 ഗവൺമെൻറ് കോളേജുകളിലായി മൊത്തം 420 + 42, അതായത് 466 ഗവൺമെൻറ് മെറിറ്റ് സീറ്റുകളുണ്ട്, ഇൻക്ലൂഡിങ് EWS സീറ്റ്സ്. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ സീറ്റുകളുടെ എണ്ണം കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് പ്ലസ് 10% EWS സീറ്റുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും EWS റിസർവേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 3 ഇയറിൻ്റെ 2025 സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. നമുക്ക് എറണാകുളം ലോ കോളേജ് ട്രെൻഡ് നമുക്ക് നോക്കാം. എറണാകുളം ലോ കോളേജിൽ 3 ഇയറിൽ 2025 സ്റ്റേറ്റ് മെറിറ്റിൽ സെക്കൻഡ് അലോട്ട് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 205, സ്റ്റേറ്റ് മെറിറ്റ് 205, ഈഴവ 363, മുസ്ലിം കാറ്റഗറി 321, വിശ്വകർമ്മ 520, SC കാറ്റഗറി 854, ST കാറ്റഗറി 1282, EWS കാറ്റഗറി 960. ഇനി കോഴിക്കോട് ലോ കോളേജ് നമുക്ക് നോക്കാം. കോഴിക്കോട് ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് 315 ലാസ്റ്റ് റാങ്ക്, ഈഴവ കാറ്റഗറി 581, മുസ്ലിം കാറ്റഗറി 510, വിശ്വകർമ്മ കാറ്റഗറി 421, SC കാറ്റഗറി 952, ST കാറ്റഗറി 2083, EWS കാറ്റഗറി 1203. ഈ തൃശ്ശൂർ ലോ കോളേജ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റ് 324, ഈഴവ കാറ്റഗറി 598, മുസ്ലിം കാറ്റഗറി 513, വിശ്വകർമ്മ 634, SC കാറ്റഗറി 1172, ST കാറ്റഗറി 1915 1915, EWS കാറ്റഗറി 1297. ഇനി ട്രിവാൻഡ്രം ലോ കോളേജ് നമുക്ക് നോക്കാം. ട്രിവാൻഡ്രം ലോ കോളേജ് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്കിൽ ഭയങ്കര കുറവാണ്. സ്റ്റേറ്റ് മെറിറ്റ് 192, ഈഴവ കാറ്റഗറി 304, മുസ്ലിം കാറ്റഗറി 319, വിശ്വകർമ്മ 293, SC കാറ്റഗറി 461, ST കാറ്റഗറി 252, EWS കാറ്റഗറി
51. ആസ് യൂഷ്വൽ ട്രിവാൻഡ്രം ലോ കോളേജിൽ എപ്പോഴും അത് 5 ഇയർ ആയിക്കോട്ടെ 3 ഇയർ ആയിക്കോട്ടെ ലാസ്റ്റ് റാങ്കുകൾ വളരെ കുറവായിരിക്കും. ബിക്കോസ് ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജാണ് ട്രിവാൻഡ്രം ലോ കോളേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇപ്പം ഞാൻ പറഞ്ഞത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്കാണ്. ഈ പറഞ്ഞ റാങ്കിൽ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്ത റാങ്കിൻ്റെ മേളിലേക്കുള്ള റാങ്കുകളും കയറിയിട്ടുണ്ട് ഗവൺമെൻറ് ലോ കോളേജുകളിൽ. ഓക്കെ, പക്ഷേ അതിൻ്റെ ഒന്നും ഡാറ്റ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് ഒഫീഷ്യലി അവൈലബിൾ ആണ്. അത് നിങ്ങളോട് ഞാൻ ഇത് കൺവേ ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കഴിഞ്ഞ വർഷത്തെയാണ്, ഈ വർഷം ഇതുപോലെ ആയിരിക്കുന്നതെന്നും യാതൊരുവിധ അവകാശവാദങ്ങളും ഞാൻ ഉന്നയിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ വിചാരിക്കേ വേണ്ട. അപ്പോൾ ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ചെയ്തു ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടിൻ്റെ മാക്സിമം കൊടുത്തു, എക്സാമും നടന്നു, റാങ്ക് ലിസ്റ്റും വന്നു. ഇനിയും ബാക്കി എന്താണ്? ഇനിയും നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ് ഇല്ലേ, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അലോട്ട്മെൻറ്റ് വരട്ടെ. ടിൽ ദ ലാസ്റ്റ് അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റ്, വേക്കൻസി സ്ട്രൈ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ്, ഒരു ടോട്ടൽ ഒരു 4-5 സെറ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ്. അറ്റ് ദ ലാസ്റ്റ് അലോട്ട്മെൻറ്റ്, ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ ഹോപ്പ് ഉണ്ട്. സോ കീപ് ദ ഹോപ്പ് അണ്ടിൽ ദ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ മുൻവിധികളൊന്നും വേണ്ട. ഈ റാങ്ക് എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഈ റാങ്ക് എനിക്ക് കിട്ടുമോ, അപ്പോൾ അങ്ങനത്തെ ഉള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു അൺസർട്ടനിറ്റി ഒന്നും ഇപ്പോൾ വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? വരട്ടെ, ബാക്കി നടപടികൾ തുടങ്ങട്ടെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം ചെയ്യാം. നമുക്ക് വരുന്ന പോലെ കാണാം. സോ ഹോപ്പ് നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ പഠിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നുണ്ട് ഗൈസ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഗൈസ്.